ഇന്ന് നമ്മൾ ഓവണും ബീറ്ററും ഒന്നുമില്ലാതെ ഒരു ചോക്ലേറ്റ് ബ്രൗണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ഒരു 300 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായി അരിഞ്ഞു വെക്കണം. ഞാൻ യൂസ് ചെയ്തേക്കുന്നത് മോർട്ടയുടെ ഡാർക്ക് കോമ്പൗണ്ട് 400 ഗ്രാമിൻ്റെ ഈ പാക്കാണ്. ഇത് ഓരോ സ്ലൈസും 100 ഗ്രാം വീതം, അങ്ങനത്തെ 3 സ്ലൈസ് എടുത്തിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു 150 ഗ്രാം ബട്ടർ, അതൊരു നല്ലൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ താഴെ ബട്ടറും മേലെ നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഡാർക്ക് ചോക്ലേറ്റും ഇട്ടിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിൽ അത് മെൽറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്താലും മതി. ഡബിൾ ബോയിൽ മെത്തേഡിൽ എങ്ങനെയാണ് മെൽറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം, അതായത് നമ്മൾ ഈ ചോക്ലേറ്റ് ഇട്ടിട്ടുള്ള പാത്രത്തേക്കാൾ ചെറിയ പാത്രത്തിൽ വേണം നമ്മൾ വെള്ളം വെക്കാൻ. ഈ പാത്രം അതിൻ്റെ മേലെ കറക്റ്റായിട്ടിരിക്കണം. ഈ വെള്ളം ബോയിലായി കഴിഞ്ഞാൽ നമ്മൾ ഈ പാത്രം, ചോക്ലേറ്റ് ഇട്ട പാത്രം അതിൻ്റെ മേലേക്ക് വെക്കുക. എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിം ആക്കി വെക്കുക. എന്നിട്ട് ഈ ചോക്ലേറ്റ് നമ്മൾ ഇളക്കൊന്നും വേണ്ട, കുറച്ച് നേരം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മെൽറ്റായി വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മളൊരു സ്പൂൺ വെച്ച് ഇളക്കി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് മിക്സായി കിട്ടും. കണ്ട, ഇപ്പോൾ നന്നായി അത് മെൽറ്റായിട്ടുണ്ട്. നന്നായി ഇളക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും അത് കറക്റ്റായിട്ട്. ഈ ഒരു ഇതിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് അവിടെ ചൂട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, പൊടി മിക്സ് ചെയ്യണം. ഇതിന് യൂസ് ചെയ്യുന്ന പൊടി നമ്മൾ മൈദയും കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതിന് മുന്നേ നമ്മൾ അതിൻ്റെ കേക്ക്, ഈ ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം, ഈ പാത്രത്തിലാണ് നമ്മൾ ബ്രൗണി ഉണ്ടാക്കാൻ പോകുന്നത്. അത് ബട്ടർ പരട്ടിയതിന് ശേഷം അതിൻ്റെ മേലെ ബട്ടർ പേപ്പർ ഫുള്ളായിട്ട് കവർ ചെയ്യണം. ഞാനിത് പുറത്തോട്ട് ഇട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് വെന്ത് കഴിഞ്ഞാൽ എടുക്കാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ബട്ടർ വെച്ച് കവർ ചെയ്യുക. അതിന് ശേഷം നമ്മൾ പിന്നെ ഒരു പാത്രത്തിൽ പൊടി, നമ്മൾ 1 കപ്പ് മൈദയും 1/2 കപ്പ് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് നന്നായിട്ട് ഒരു അരിപ്പയിലിട്ട് നന്നായി അരിക്കണം. ഒരു 2-3 പ്രാവശ്യം അരിക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് മിക്സായി കിട്ടും. പൊടികൾ രണ്ടും നന്നായി മിക്സായി കിട്ടും. ഇപ്പം എനിക്ക് രണ്ടും കൂടി ഒരു അരിപ്പയിൽ ഇടാൻ വേണ്ടിയിട്ട് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് അരിക്കുന്നത്. അങ്ങനെ നമ്മളിത് റിപ്പീറ്റ് ചെയ്യണം. ഇങ്ങനെ 2-3 പ്രാവശ്യം അരിക്കുക. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് ആ പൊടി രണ്ടും മിക്സായി കിട്ടും. ഇപ്പം ഞാൻ 2-3 പ്രാവശ്യം അരിച്ച് വെച്ച പൊടിയാണ് ഇത്. ഇപ്പം അത് നന്നായിട്ട് മിക്സായി, മൈദയും കൊക്കോ പൗഡറും തമ്മിൽ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് 4 റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗും പിന്നെ 1.5 കപ്പ് പഞ്ചസാരയാണ്. അത് ഈ പാത്രത്തിൽ കുറച്ച് പഞ്ചസാര, ഒരു എഗ്ഗ് ഒഴിച്ചതിന് ശേഷം കുറച്ച് പഞ്ചസാര, ഫുള്ള് പഞ്ചസാര ഒരുമിച്ച് ഇടരുത്. ആദ്യം കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് എഗ്ഗ്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വിസ്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിന് ബീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീറ്റർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ബീറ്റർ ഇല്ലാതെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ വിസ്ക് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് പഞ്ചസാര, വീണ്ടും അടുത്ത എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്താൽ മതി. നന്നായി വിസ്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായി ബീറ്റായി കിട്ടും. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബീറ്റർ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് ബീറ്റർ വെച്ചിട്ട് യൂസ് ചെയ്താലും മതി. ഇങ്ങനെ നമ്മൾ ആ 1.5 കപ്പ് പഞ്ചസാരയും 4 മുട്ടയും ഫുള്ളായിട്ട് ഇതുപോലെ വിസ്ക് വെച്ച് ഫുള്ളായി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കണം. ഇപ്പോൾ കണ്ട, ആ ഫുള്ളും മിക്സ് ചെയ്ത് ഞാൻ ഇതുപോലെ ആയിട്ടുണ്ട് ഇപ്പോൾ. ഇനി അതിന് ശേഷം നമ്മൾ ഒരു 1/4 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട്. അതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസും ആഡ് ചെയ്യുക. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇതായിട്ടുണ്ടാവും. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അതിന് ശേഷം നമ്മൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന, മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡാർക്ക് ചോക്ലേറ്റും ബട്ടറും ആ മിക്സ് ഉണ്ടല്ലേ, അത് ഇതിലോട്ട് കുറേശ്ശായിട്ട് ആഡ് ചെയ്തിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. അതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആയിട്ടുണ്ടാവും. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മളവിടെ അരിച്ച് വെച്ചിട്ടുള്ള കൊക്കോ പൗഡറും മൈദയും കൂടിയിട്ടുള്ള മിക്സ് ഉണ്ടല്ലേ, പൊടി, അത് ആഡ് ചെയ്തിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഇനി നമ്മൾ വിസ്ക് കൊണ്ട് മിക്സ് ചെയ്യണ്ട. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു നിങ്ങൾക്ക് ഈ കേക്കൊക്കെ ഫോൾഡ് ചെയ്യുന്ന പോലത്തെ അതുണ്ടെങ്കിൽ അത് വെച്ച് ഫോൾഡ് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ സാധാരണ ഒരു ചട്ടകം വെച്ചാൽ
ഫോൾഡ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് സെൻറ്റർ പോർഷൻ ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ കണ്ട ഞാൻ ചെയ്യുന്ന പോലെ ഒരു വരയിടുക. അങ്ങനെ ഇത് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് മിക്സായി കിട്ടും. അതായത് ഒരേ പോർഷനിലോട്ട് നമ്മൾ മിക്സ് ചെയ്യുക, ഒരേ പോർഷനിലോട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് സെൻറ്ററിലൂടെ ഇങ്ങനെ വരയുക. വീണ്ടും അതേപോലെ തന്നെ ഒരേ പോർഷനിലൂടെ മിക്സ് ചെയ്തിട്ട് സെൻറ്ററിലോട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് മിക്സ് ചെയ്ത് കിട്ടും. അങ്ങനെ ഫുള്ളും നമ്മൾ മിക്സ് ചെയ്യാം. ആ പൗഡർ ഫുള്ളും മിക്സ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഇതാണ് കിട്ടിയിട്ടുള്ളത്. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. കണ്ടോ, ഇതുപോലെയാണ് കറക്റ്റ് ഫോൾഡ് ചെയ്യേണ്ടത്. നമ്മൾ കണ്ടോ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക, സെൻറ്ററിലോട്ട് പിന്നതാക്കുക. കറക്റ്റ് ഈ കൺസിസ്റ്റൻസി വരും. അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് വേണ്ട കുറച്ച് നട്ട്സും അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഇതും കുറച്ച് പീസാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കാഷ്യൂനട്ടും ആൽമണ്ട്സും അതുപോലെ തന്നെ യൂസ് ചെയ്ത ഡാർക്ക് കോമ്പൗണ്ട് ഉണ്ടല്ലേ, അതുമാണ് ഇങ്ങനെ പീസാക്കി വെച്ചേക്കുന്നത്. ഇതേ ഇങ്ങനത്തെ കുട്ടി പീസുകളാക്കിയിട്ട്. പിന്നെ നമ്മൾ ആ ബട്ടർ പേപ്പർ വെച്ച പാത്രത്തിലോട്ട് നമ്മളുടെ മിക്സ് ഒഴിക്കുക. അതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഇതൊക്കെ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് താഴെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ എയർ ബബിൾസ് എല്ലാം പോവും. ഈ കേക്ക് ടിന്ന് 2 കൈയും യൂസ് ചെയ്തിട്ട് താഴെ ജസ്റ്റ് 2 പ്രാവശ്യം 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ എയർ ബബിൾസ് എല്ലാം പോയിട്ട് നല്ല ഇതായിട്ട് കിട്ടും. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നട്ട്സ് ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഫുള്ള് നട്ട്സും സ്പ്രെഡ് ചെയ്തു. അതിനുശേഷം ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതും കുറച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യലാന്ന് കുറച്ച് നന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, സ്പ്രെഡായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ആ ഡാർക്ക് കോമ്പൗണ്ട് ഉണ്ടല്ലേ, നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതേ പോർഷനിൽ ഇപ്പോൾ ഒരു പീസിൽ ഒരു ഡാർക്ക് കോമ്പൗണ്ട് വരുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് അടക്കി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഫുള്ളും ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഒരു പാത്രം, നല്ല വലുപ്പമുള്ളൊരു പാത്രം ഗ്യാസിൽ വെച്ചിട്ട് നമ്മൾ ഏതിലാണോ ബേക്കുക അതൊരു 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യണം. ഞാൻ ഇതുപോലൊരു സ്റ്റാൻഡ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിലോട്ട് ഇത് ഇറക്കി വെച്ചേക്കാണ് ബ്രൗണി. ഇനി അതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 1 അവർ ബേക്ക് ചെയ്തതിന് ശേഷം തുറന്നിട്ട് നമ്മൾ വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഈർക്കിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ ഒന്നും അതുമ്മ പിടിക്കാതെ ഇങ്ങനെ ക്ലീനായി വരികയാണെങ്കിൽ അത് ബേക്ക് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ എനിക്ക് സമയം എടുത്തത് ഒരു 1 അവറാണ് എടുത്തത്. ലോ ഫ്ലെയിമിലാണ് ബേക്ക് ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് 1 അവർ. ഇപ്പോൾ കറക്റ്റായിട്ട് അത് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാനതൊരു തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി കറക്റ്റായിട്ട് അത് ബേക്ക് ആയിട്ടുണ്ട്. നിങ്ങൾ പ്രീ ഹീറ്റ് ചെയ്യേണ്ടത് 5 മിനിറ്റ്സ്, അതിന് ശേഷം ലോ ഫ്ലെയിമിൽ 1 അവർ മൂടി വെച്ചിട്ട് വേവിക്കുക. പാത്രം ഇത് വെക്കണേക്കാട്ടി മുന്നേ ഒരു 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യുക. അതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഈ ബ്രൗണി വെച്ചതിന് ശേഷം 1 അവർ ബേക്ക് ചെയ്യുക. ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ടെക്സ്ചർ നോക്ക് കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മളത് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഞാനൊരു ബോക്സിലാക്കി വെക്കാം, ഇതേപോലെ ഒരേ പീസുകളാക്കിയിട്ട്. അത്രയേ ഉള്ളൂ ബ്രൗണി.